കോഴിക്കോട് വടകരയിൽ ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിന്റെ വലയിലകപ്പെട്ട വിദ്യാർത്ഥികൾ ആശങ്കയിൽ. വടകരയിലെ കോളേജ് വിദ്യാർത്ഥികളെയാണ് സംഘം കെണിയിലാക്കിയത്. 4 പേരെ മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തതോടെ രക്ഷിതാക്കളും ഭീതിയിലാണ്. അറസ്റ്റിലായവരുടെ രക്ഷിതാക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഓൺലൈൻ വഴി പണം നഷ്ടമായവർ മധ്യപ്രദേശ് പോലീസിന് നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് വടകരയിലെ യുവാക്കളും വിദ്യാർത്ഥികളും തട്ടിപ്പിനിരയായ വിവരം പുറത്തുവന്നത്. തട്ടിപ്പിനിരയായവരുടെ നഷ്ടമായ പണം കേരളത്തിൽ നിന്നുള്ള അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതായി അന്വേഷണത്തിൽ വ്യക്തമാവുകയും പിന്നീട് മധ്യപ്രദേശ് പോലീസ് നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. കമ്മീഷൻ വാഗ്ദാനം ചെയ്ത് ബാങ്ക് അക്കൗണ്ട് എടുപ്പിച്ച് പാസ്ബുക്ക്, ATM, അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ തട്ടിപ്പ് സംഘം ഇവരിൽ നിന്നും കൈക്കലാക്കുകയായിരുന്നു. ലക്ഷങ്ങളാണ് ഈ അക്കൗണ്ടുകളിലൂടെ വരുന്നത്. നിമിഷനേരം കൊണ്ട് പണം പിൻവലിക്കുകയും ചെയ്യും. വിദേശത്തു നിന്നാണ് പണം പിൻവലിക്കുന്നത്. ഭീതിയോടെയാണ് കുട്ടികൾ ഇക്കാര്യം പറയുന്നത്. നിരവധി പേർ ഇത്തരം തട്ടിപ്പിൽ അകപ്പെട്ടതായും ഇവർ പറയുന്നു. കോഴിക്കോട് അക്കൗണ്ട് വിവരങ്ങൾ സൈബർ തട്ടിപ്പുകാർക്ക് നൽകി കേസിൽ കുടുങ്ങുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുന്നു. സ്വന്തം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ATM കാർഡും സൈബർ തട്ടിപ്പുകാർക്ക് കൈമാറുകയും മറ്റു വിദ്യാർത്ഥികളെ അക്കൗണ്ട് എടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത 4 വിദ്യാർത്ഥികളെ മധ്യപ്രദേശ് പോലീസ് വടകരയിൽ അറസ്റ്റ് ചെയ്തു. ഇവരുടെ അക്കൗണ്ടിൽ വന്ന തുക ഭോപ്പാലിലെ പല വ്യക്തികളിൽ നിന്നും ഓൺലൈൻ തട്ടിപ്പ് വഴി തട്ടിയെടുത്തതായിരുന്നു. ഭോപ്പാലിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് വടകര സ്വദേശികളായ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത്. മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്യാനെത്തിയപ്പോൾ മാത്രമാണ് തട്ടിപ്പിന്റെ ഗൗരവം വിദ്യാർത്ഥികളും വീട്ടുകാരും തിരിച്ചറിയുന്നത്. സമാന തട്ടിപ്പിൽ കുടുങ്ങിയ കേരളത്തിൽ നിന്നുള്ള 2 കോളേജ് വിദ്യാർത്ഥികൾ 9 മാസത്തിലേറെയായി പഞ്ചാബിലെ പട്യാല സെൻട്രൽ ജയിലിൽ കഴിയുന്നുണ്ട്. മൊഹാലിയിൽ ഡോക്ടറെ കബളിപ്പിച്ച സൈബർ സംഘം 61.82 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിലാണ് ഇവർ അറസ്റ്റിലായത്. കൊടുവള്ളി സ്വദേശിയായ വിദ്യാർത്ഥിയെ കഴിഞ്ഞ മാർച്ചിൽ മെഡിക്കൽ കോളേജ് പോലീസും സമാന തട്ടിപ്പിന് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ വർഷം ഇതുവരെ കോഴിക്കോട് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ മാത്രം 20-ലേറെ വിദ്യാർത്ഥികളാണ് ഈ വിധത്തിൽ അക്കൗണ്ട് കൈമാറ്റത്തിന് പിടിയിലായത്. സൈബർ തട്ടിപ്പുകാർക്കു പുറമെ ഹവാല പണമിടപാടുകാരും വിദ്യാർത്ഥികളെ സമാന രീതിയിൽ തട്ടിപ്പിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ചില വിദ്യാർത്ഥികൾ തട്ടിപ്പാണെന്ന് അറിഞ്ഞു തന്നെ അക്കൗണ്ട് വിവരങ്ങൾ കൈമാറുകയാണ്. എന്നാൽ മറ്റു ചിലരെ ഓൺലൈൻ ട്രേഡിംഗ്, ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് എന്നിവയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് അക്കൗണ്ട് വിവരങ്ങൾ കൈക്കലാക്കുന്നത്. ആയഞ്ചേരി പാറക്കൽ മീത്തൽ സ്വദേശി, തീക്കിനി ചേരാപുരം ആയാടക്കണ്ടി സ്വദേശി, വേളം ചെറിയ കക്കുളങ്ങര സ്വദേശി, കടമേരി സ്വദേശികളായ 4 വിദ്യാർത്ഥികളെയാണ് അറസ്റ്റ് ചെയ്തത്. വടകര മജിസ്ട്രേറ്റ് അവധിയിലായതിനാൽ ഇവരെ പേരാമ്പ്ര കോടതിയിൽ ഹാജരാക്കി ട്രാൻസിറ്റ് വാറന്റ് വാങ്ങിയാണ് മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോയത്. പിന്നെ രീതി ഇങ്ങനെ: ഗൾഫിൽ ജോലി ചെയ്യുന്ന പരിചയക്കാരൻ ആവശ്യപ്പെട്ടത് അനുസരിച്ച് വിദ്യാർത്ഥികൾ അക്കൗണ്ട് തുടങ്ങുകയും ATM കാർഡും പിൻ നമ്പറും ഇവർക്ക് കൈമാറുകയും ചെയ്തു. അക്കൗണ്ടിൽ പണം എത്തിയതായി വിദ്യാർത്ഥികൾക്ക് SMS ലഭിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ ATM കാർഡ് നൽകിയ ആളെ ബന്ധപ്പെട്ടാൽ കമ്മീഷൻ ലഭിക്കും. ഈ ബാങ്ക് അക്കൗണ്ടിലൂടെ ഒരു തവണ നടത്തുന്ന പണമിടപാടിന്റെ 3 മുതൽ 4% വരെ തുകയാണ് കമ്മീഷനായി നൽകുന്നത്. സംശയം തോന്നാതിരിക്കാൻ 10 ലക്ഷത്തിൽ താഴെയുള്ള ഇടപാടുകൾ മാത്രമാണ് ഒരു തവണ നടത്തുക. 5000-20,000 രൂപ വരെ വിദ്യാർത്ഥികൾക്ക് കമ്മീഷനായി ലഭിക്കും. സൈബർ തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം പല അക്കൗണ്ടുകളിലൂടെ കൈമാറ്റം ചെയ്താണ് തട്ടിപ്പുകാർ പിൻവലിക്കുന്നത്. ഇതിനുള്ള പല അക്കൗണ്ടുകളിൽ ഒന്നായോ അവസാനം പണം പിൻവലിക്കാനുള്ള അക്കൗണ്ട് ആയോ ഇവരുടെ അക്കൗണ്ട് ഉപയോഗിക്കും. ഗൾഫിൽ നിന്ന് പണം പിൻവലിക്കുന്നത് മിക്കപ്പോഴും ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയ വിദേശികളെ ഉപയോഗിച്ചായിരിക്കും. പിൻവലിക്കുന്ന പണം ഹവാലക്കോ സ്വർണ്ണക്കടത്തിനോ ഉപയോഗിക്കുന്നു.